ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്സിൽ പാലിക്കേണ്ട നിരവധി മര്യാദകൾ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നമ്മൾ സദസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അയാളിരുന്ന സീറ്റിൽ നമ്മൾ ഇരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ് എന്നറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ മിൻ മജ്ലിസിഹി സുമ്മ റജഅ ഇലൈഹി ഫഹുവ അഹഖു ബിഹി. അതായത്, ഒരു മനുഷ്യൻ തൻ്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ്, തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി തിരിച്ചു വന്നാൽ ആ സീറ്റിൻ്റെ അവകാശി അയാൾ തന്നെയാണ് എന്നുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അയാളുടെ സീറ്റിൽ നിന്ന് അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് മറ്റൊരാൾ ഇരിക്കുക എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ സദസ്സു വിശാലമാക്കുക, മറ്റുള്ളവർക്ക് കൂടി ഇരിക്കാൻ പാകത്തിന് സദസ്സിനെ വിശാലമാക്കുക. അല്ലാതെ ഇരിക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയല്ല വേണ്ടത്. ഒരൽപ്പം ഒതുങ്ങിയിരുന്ന് സദസ്സൊന്ന് വിശാലമാക്കിയാൽ മറ്റൊരാൾക്ക് കൂടി അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും. ആ നിലക്കാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ നിർദ്ദേശം മനസ്സിലാക്കിയതിന് ശേഷം അവിടുന്ന് തനിക്ക് വേണ്ടി ഒരാൾ താൻ സദസ്സിലേക്ക് വരുമ്പോൾ തനിക്ക് വേണ്ടി ആരെങ്കിലും എഴുന്നേറ്റാൽ പോലും അവിടെ ഇരിക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം മറ്റൊരിടത്ത് ഒഴിവുള്ളത് എവിടെയാണോ അവിടെ പോയിരിക്കും. അല്ലാതെ വരുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നാൽ പോലും, സീറ്റ് കൊടുത്താൽ പോലും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടെ ഇരിക്കാറുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇസ്ലാമിക മര്യാദകളും രീതികളും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.